മലയാളത്തിനപ്പുറം തെലുങ്കിലും ആരാധകരെ സമ്പാദിച്ച നടനാണ് ദുൽഖർ സൽമാൻ. നടന്റെ തെലുങ്കിലെ ചിത്രങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ ഒക്കെയും ഹിറ്റുകളുമാണ്. മഹാനടി, സീതാരാമം, ലക്കി ഭാസ്കർ തുടങ്ങിയ സിനിമകൾ എല്ലാം തെലുങ്കിൽ ദുൽഖറിന് ബലമുള്ള അടിത്തറ ഉണ്ടാക്കിക്കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. 2024 ഗദ്ദർ തെലങ്കാന ഫിലിം അവാർഡുകളും ദുൽഖർ ചിത്രം ലക്കി ഭാസ്കർ മികച്ച നേട്ടമുണ്ടാക്കി. ദുൽഖറിന് സ്പെഷ്യൽ ജൂറി പുരസ്കാരം ഉൾപ്പെടെ 4 അവാർഡുകൾ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. അവാർഡ് ദാന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. ഈ അവസരത്തിൽ തന്റെ തെലുങ്ക് ആരാധകരോട് നന്ദി അറിയിക്കുകയാണ് ദുൽഖർ. പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ വിഷമമുണ്ടെന്ന് നടൻ അറിയിച്ചു. തെലുങ്ക് സിനിമയിൽ എൻ്റെ യാത്ര അസാധാരണമാണ്. ഏറ്റവും നല്ല കഥകൾ പറയുന്നതിൽ ഏറ്റവും അത്ഭുതകരമായ ടീമുകളെ കണ്ടെത്താൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഈ വേഷങ്ങൾ ലഭിക്കാനുള്ള ഭാഗ്യം എനിക്കുമുണ്ട്. ഞാൻ അഭിനയിച്ച ഓരോ സിനിമയും അംഗീകരിക്കപ്പെടുന്ന കാണുന്നതും മിക്കവാറും എല്ലാ അവരുടെയും വർഷങ്ങളുടെയും മികച്ച സിനിമയുള്ള പുരസ്കാരം നേടാനും കാണുന്നതും സന്തോഷമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും തെലങ്കാന സർക്കാരിനും ബഹുമാനപ്പെട്ട ജൂറിക്കും ഓരോ സിനിമയിലും എൻ്റെ ഒപ്പം പുറത്തുവച്ചവർക്കും തെലുങ്ക് സിനിമയിലെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ ഹൃദയസംഗമായ നന്ദി. ഈ സ്വീകാര്യതയ്ക്കും ഈ അംഗീകാരത്തിന് അഭിനന്ദനത്തിന് നന്ദി. നിർഭാഗ്യവശാൽ എനിക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എനിക്കത് വലിയ നഷ്ടമാണെന്ന് ദുൽഖർ പറഞ്ഞു. പുഷ്പ 2-ലെ അഭിനയത്തിന് അല്ലു അർജുനാണ് മികച്ച നടനുള്ള പുരസ്കാരം. മികച്ച ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം കൽക്കി 2898 AD എന്ന സിനിമയുടെ നാഗ് അശ്വിൻ സ്വന്തമാക്കി. മികച്ച സഹനടനായ എസ്. സൂര്യ, മികച്ച ഗായികയായ ശ്രേയ ഘോഷാലുമാണ്. 1248 നോമിനേഷനുകൾ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷമാണ് 11 വിഭാഗങ്ങളായി അവാർഡുകൾ പ്രഖ്യാപിച്ചത്. 2014 ജൂൺ മുതൽ 2023 ഡിസംബർ 31 വരെ റിലീസ് ചെയ്ത സിനിമകൾ മികച്ച സിനിമ വിഭാഗത്തിനായി പരിഗണിച്ചത്.